ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ ഞാനും ലീവ്സും ഒക്കെ ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. പിന്നെ വേറെന്താണ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുവാനും പഠിച്ചവൻ്റെ എല്ലാ ഭാഗ്യവും നിങ്ങൾക്ക് തരട്ടെ കേട്ടോ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും. പിന്നെ വേറെന്താണ്, അപ്പോൾ നമ്മളെ പോലെ തന്നെ നമ്മുടെ നിദാഷാസ് കിച്ചൺ ചാനലും ഇന്ന് തൊട്ട് പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കഴിഞ്ഞ വർഷം തന്നിട്ടുള്ള സ്നേഹവും സപ്പോർട്ട് എത്ര മാത്രമാണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. അപ്പോൾ അതിൻ്റെ ഡബിൾ സ്ട്രോങ്ങോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തരിക. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ഇന്ന് തൊട്ട് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ പോവുകയാണ് കേട്ടോ. പുതിയ വർഷത്തെ വീഡിയോസ് ഇന്ന് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ വേറെന്തുണ്ട്, അപ്പോൾ എനിക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചാനൽ അൽഹംദുലില്ലാ നല്ല രീതിക്ക് റീച്ച് ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു വിജയത്തിന് പിന്നിൽ, ആ വിജയത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാം, നിങ്ങളെപ്പോലത്തെ അത്രയ്ക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനെ കിട്ടുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ, ഈ ഒരു ചാനലിലൂടെ കിട്ടിയിട്ടുള്ള ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഉപ്പ ഉമ്മ ഹസ്ബൻഡ് എൻ്റെ വീട്ടുകാർ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതേ സ്ട്രോങ്ങോട് കൂടി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സിൽ ഒരംഗമാവാൻ പറ്റുക, അതുപോലെ തന്നെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിന് എനിക്ക് കിട്ടാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു സപ്പോർട്ടും സ്നേഹവും എല്ലാ വർഷവും നിങ്ങളുടെ എനിക്ക് കിട്ടുമെന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇതിൻ്റെ പേര് തക്കാര പെട്ടി എന്നാണ്. അപ്പോൾ ഈ ഒരു പേര് ഇങ്ങനെ വന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലശ്ശേരി ഭാഷയിൽ സൽക്കാരങ്ങൾക്ക് തക്കാരം എന്നാണ് പറയുക. അത് എനിക്ക് തോന്നുന്നു മലബാർ ഏരിയയിൽ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പറയുക, കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചായ സൽക്കാരങ്ങളിലൊക്കെ മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. സിമ്പിൾ സ്നാക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിന് തക്കാര പെട്ടി എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് ഇവനെ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കിൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തക്കാരപ്പെട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 350 ഗ്രാമോളം ചിക്കൻ നല്ലപോലെ വേവിച്ചെടുത്തതാണ് കേട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഈ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പകരം വെളിച്ചെണ്ണ താല്പര്യമാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ അങ്ങനെ പൊരിച്ചെടുക്കണ്ട കേട്ടോ, ഇത്രക്ക് മാത്രം എണ്ണ മതി. എണ്ണ ഇപ്പോൾ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഓവർ മൊരിച്ചെടുക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടാണ് മൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്യാതെയും ചെയ്തെടുക്കുക. പക്ഷേ ഫ്രൈ ചെയ്ത് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ അത്യാവശ്യം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ, ഇങ്ങനെ മാത്രം മതിയേ. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മൊത്തത്തിലായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്കൊരു 4 മീഡിയം സൈസ് സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സവാള നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ സവാള ഇവിടുന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ആവശ്യമായിട്ടുള്ളതെല്ലാം ചതച്ച് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരുപാട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ, ഓവർ പേസ്റ്റ് ആക്കാതെ. അപ്പോൾ ഇതുപോലെ ഞാൻ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സവാള അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടപ്പ് തുറന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൊത്തത്തിലായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവ് നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ.
എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിടുക. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അടുത്ത ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ളത് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പച്ചമുളകിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്തണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊരു 1/2 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലപോലെ തന്നെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികൾ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ല, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു സവാളയും കാര്യങ്ങളും പൊടികളൊക്കെ നമ്മുടെ ചിക്കനിലും കൂടി മിക്സായി കിട്ടണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മളിതിൽ സവാളയിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ചിക്കനിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കണേ. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയായതിനു ശേഷം ലാസ്റ്റ് നമുക്കിതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലയും മല്ലിയിലയും കുറച്ചായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് അടച്ച് വെക്കുക. നല്ലപോലെ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിതിപ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ഈ ഒരു തക്കാരപ്പെട്ടിയിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് കടലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. കാരണം കറക്റ്റ് ഒരു അളവ് ഇതിന് പറയാൻ പറ്റില്ല. നമ്മൾ എത്ര സ്നേക്ക് ആക്കുന്നുണ്ടോ അതിനനുസരിച്ച് നോക്കിയിട്ട് കുറച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കണം പാകത്തിനുള്ള. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, നന്നായിട്ട് ഇളകി കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ ഇതുപോലെ നമ്മുടെ കടലമാവിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ലൂസിൽ തന്നെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ അടുത്ത നമുക്ക് ഈ ഒരു തക്കാരപ്പെട്ടി ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്നാക്ക് വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ബ്രെഡ് വാങ്ങിക്കുമ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ സൈസിലുള്ള ബ്രെഡ് വാങ്ങിച്ചത് കൊണ്ട് തന്നെ 1 എന്നുള്ള രീതിക്കാണ് കേട്ടോ തക്കാരപ്പെട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ 4 സൈഡും, അതായത് ഈ ബ്രൗൺ പാർട്ട് വരുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് നമുക്കിതിലേക്ക് ആവശ്യമില്ല കേട്ടോ. പക്ഷെ അത് കളയണ്ട, കാരണം നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസും കൂടി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചോളേ. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ബ്രെഡിൻ്റെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് വലിയ സൈസുള്ള ബ്രെഡാണ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തേതാണ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ മിഡിൽ നിന്ന് 2 ആക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു ബ്രെഡിനെ കൊണ്ട് തന്നെ 2 തക്കാരപ്പെട്ടിയാക്കിയിട്ട് മാറ്റിയെടുക്കണേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുഞ്ഞ് സൈസ് ബ്രെഡല്ലേ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒന്നിനെ കൊണ്ട് ഒന്നാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ കളഞ്ഞെടുക്കുക. അങ്ങനെ ഞാൻ മുഴുവൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തക്കാരപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് കളയാൻ പാടില്ല, അതിനെക്കൊണ്ട് ഉണ്ടാക്കിയാലും മതി ബ്രെഡ് ക്രംസ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കടലപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതും ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും നല്ലപോലെ ചൂടൊക്കെ തണുത്തതിന് ശേഷം അതും എടുക്കുക. ഇനി നമുക്ക് തക്കാരപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് തക്കാരപ്പെട്ടി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ 2 സ്ലൈസ് ബ്രെഡ് വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ട അതിനനുസരിച്ചിട്ട് ഈ ഒരു ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത സ്ലൈസ് ബ്രെഡ് കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫില്ലിങ്ങും ആ ഒരു ബ്രെഡൊക്കെ കൂടി സെറ്റായിട്ട് കിട്ടണം അവിടെ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി നിങ്ങൾക്ക് എത്ര സ്നാക്ക് വേണ്ടോ അതിനനുസരിച്ചുള്ള ബ്രെഡിൽ മൊത്തത്തിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിലായിട്ട് ബ്രെഡിലൊക്കെ ഫില്ലിങ് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കടലമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിനെ കൊണ്ട് സൈഡ് 4 സൈഡും നല്ലപോലെ ഒന്ന് ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ സാധാ നോർമലി കട്ട്ലൈറ്റൊക്കെ കോട്ട് ചെയ്തെടുക്കുന്ന പോലെ ഈ ഒരു കടലമാവിൻ്റെ മിക്സിൽ മൊത്തത്തിലായിട്ട് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്നു പോകും. അതുകൊണ്ട് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ 4 സൈഡും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു 2 സൈഡിലും ജസ്റ്റ് ഒന്ന് ചെറിയ രീതിക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കട്ട്ലൈറ്റിനൊക്കെ നമ്മൾ മുട്ടയുടെ മിക്സ് കോട്ട് ചെയ്യുമല്ലോ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാ അതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിൽ നമ്മൾ നോർമലി കട്ട്ലൈറ്റൊക്കെ കോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിപ്പെട്ടി റെഡി ആയി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാണാൻ നല്ല മുഞ്ചില്ലല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിലായിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ തക്കാരപ്പെട്ടി ഞാൻ മൊത്തത്തിൽ ഇതുപോലെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രീസറിലാണേ വെക്കേണ്ടത്. ഒരു 15 to 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്താൽ കിട്ടുകയും ചെയ്യും. ഒട്ടും എണ്ണ കുടിക്കാതെയും കിട്ടും കേട്ടോ ഇതുപോലത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ നല്ലപോലെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എണ്ണയൊക്കെ ചൂടായതിന് ശേഷം ഇതാണ് ഞാനൊരു സ്നാക്കായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് സമയം അങ്ങനെ വേവേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കടലമാവ് ഉള്ളിൽ വെന്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ. അത് പിന്നെ ചെറിയൊരു കോട്ടിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അതുപോലെ തന്നെ ഇതുപോലത്തെ സ്നാക്കൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ ഓവർ തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കേണ്ട. അപ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കും. മീഡിയം ടു ഹൈയിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാരപ്പെട്ടി ഏതാണ്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ ചെയ്യാനേ. ഇനി നമുക്ക് ബാക്കിയുള്ളത് മൊത്തത്തിലായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ നല്ല മുഞ്ചുള്ള തക്കാരപ്പെട്ടി റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.